ക്യാമറ പ്രണവേ എന്നും എല്ലായിടത്തും ചീത്ത പറഞ്ഞും ഒച്ചപ്പാടിട്ടും ചീത്ത വിളിച്ചൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന ശാരികയിൽ നിന്നും ഇങ്ങനത്തെ ഒരു നാണത്തോടെ ഇരിക്കുന്ന ഇതാണ് യഥാർത്ഥ ഞാൻ. അല്ല, എന്റെ അടുത്ത് ശാരിക എന്റെ അടുത്ത് എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും ഹോട്ട് സീറ്റ് കണ്ടിട്ടേ എനിക്ക് മെസ്സേജ് അയക്കും, രമ്യ അത് ഏത് ആങ്കറാണ് നിങ്ങളുടെ ഹോട്ട് സീറ്റിൽ ഇരുന്നിട്ട് ആൾക്കാർ ഇങ്ങനെ ചീത്ത വിളിക്കുന്നത്, എന്തൊരു പ്രൊവോക്കിംഗ് ആണ്, എന്തിനാണ് ആ കുട്ടി ഇങ്ങനെ വിളിക്കണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഷോ ഹിറ്റ് ആവുമ്പോഴേ എത്ര ഷോസ് ആണ് ആ ഷോ ഹിറ്റ് ആകുമ്പോൾ എൻ്റെ അടുത്ത് പലരും വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ആ ശാരികയുടെ യഥാർത്ഥ സ്വഭാവം ഈ ക്യാരക്ടർ അങ്ങനെ തന്നെയാണെന്ന് വിചാരിച്ച് എത്ര പേര് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറയോ. അപ്പോഴൊക്കെ ഞാൻ പറയും എൻ്റെ പൊന്നെ അങ്ങനെയല്ല, ഞാൻ പറയും ശാരിക ഷീ സോ സ്വീറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങ് അടിക്കുമ്പോഴത്തേക്ക് അവൻ എൻ്റെ അടുത്ത് ചോദിക്കും സ്വീറ്റോ ശാരികയോ എങ്ങനെയാ ഷോയിൽ കിടന്നിട്ട് ഒച്ചപ്പാടും ബഹളവും ഒക്കെ വെക്കുന്നതെന്നൊക്കെ എല്ലാവരും ചോദിക്കും. പക്ഷേ ഇതുപോലത്തെ ചോദ്യം എന്താ പറയാ നിങ്ങളുടെ മനസ്സിലൊക്കെ സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഈ ശാരിക പൈതൽ എന്ന് പറയണത് ശരിക്കും ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. നമ്മുടെ ഷോയ്ക്ക് വേണ്ടിയിട്ടും ആ ഷോയുടെ സ്വഭാവമേ അങ്ങനെയാണ്. അത് ശാരികയുടെ ടാലന്റ് ആണ്, ഇൻബോൺ ടാലന്റ് ആണ്. അങ്ങനെ ശാരിക ആ ഷോയിനെ അങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്ന് മാത്രം അല്ല ശാരിക? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ശരിക്കുമുള്ള ശാരികയുടെ ആ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഇമോഷൻ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും? ഞാൻ എംപത്തറ്റിക് ആണ്, എപ്പോഴും കൈൻഡ്ഫുൾ ആണ്, പിന്നെ എപ്പോഴും പോസിറ്റീവ് ചിന്തയുള്ള ആളാണ്. പിന്നെ ഞാൻ എൻ്റെ ഭാഷ സ്ട്രെയിറ്റ് ആയിട്ട് സംസാരിക്കും. ഞാൻ ആരെയും പ്രീണിപ്പെടുത്താൻ ശ്രമിക്കാറില്ല. ഐ മീൻ എനിക്ക് സോപ്പിട്ട് സംസാരിക്കാൻ അറിഞ്ഞൂടാ. ഞാൻ മനസ്സിലാക്കിയത്രത്തോളം ശാരികയുടെ ജനിച്ചു വളർന്ന സ്ഥലമൊക്കെ ഒരു ഗ്രാമീണമായിട്ടുള്ള ഒരു പ്രദേശം തന്നെയാണ്. വലിയ ആലപ്പുഴ പോലെ ഒരു പട്ടണം, തീരദേശ പട്ടണമാണത്. പട്ടണമാണോ? സിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല, സാധാരണ ആൾക്കാർ ചെറിയൊരു ടൗൺ. ഓക്കെ, എന്നാലും ചുറ്റുവട്ടം ഒക്കെ കുറച്ചും കൂടെ ഒരു സാധാരണക്കാരൊക്കെ നിറയെ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിന്നും ഒരു പെൺകുട്ടി വളർന്ന് സ്മാർട്ട് ആയിട്ടുള്ള ഒരു പെൺകുട്ടി തന്നെ, പക്ഷെ അവള് കൊച്ചിയിലേക്ക് മാധ്യമ പ്രവർത്തനത്തിലേക്ക് വേണ്ടിയിട്ട് അവൾ ഇറങ്ങുമ്പോൾ ഈ കുട്ടിയെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ? മാധ്യമ പ്രവർത്തനം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ പൊതുവെ ആൾക്കാരുടെ മനസ്സിലേക്ക് ഇന്നിപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ ജേർണലിസത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷേ നേരത്തെ കാലത്തൊക്കെ ഇതൊക്കെ പെൺകുട്ടികൾക്ക് പറ്റിയ പണിയല്ല. കാരണം ഒരുപാട് എന്താ പറയുക ബുദ്ധിമുട്ടുകളും ഒരുപാട് മോശം അനുഭവങ്ങളും ഒരുപാട് പലതും അവർ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നീ അത് പോവണ്ട എന്ന് പറഞ്ഞ് പഴയ ആൾക്കാർ പലരെയും മാറ്റി നിർത്തിയിട്ടുണ്ട്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് മാത്രമാണ് ജേർണലിസത്തിൽ സക്സസ്ഫുൾ ആവാൻ പറ്റുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പിന്നിലേക്ക് വലിച്ച ഒരു അനുഭവം ശാരികയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ? നീ പോവണ്ട, ജേർണലിസം വേണ്ട എന്നൊക്കെ? ജേർണലിസം അല്ല, ഞാൻ ലോയർ ആകാൻ ആഗ്രഹിച്ച ഒരാളാണ്. ക്രിമിനൽ ലോയർ ആകണമെന്ന് അദമ്യമായി ആഗ്രഹിക്കുകയും അതിന് എൻട്രൻസ് എഴുതുകയും അതിലെനിക്ക് റാങ്ക് കിട്ടുകയും ചെയ്ത ഒരാളാണ്. അത് എൻ്റെ വീട്ടുകാരുടെ കുറച്ച് ആൾക്കാരുടെ നിർബന്ധം കൊണ്ടാണ് എനിക്ക് അത് പോകാൻ പറ്റാഞ്ഞത്. അതിൽ വല്ലാതെ അവർ പറയുന്നത് ഇങ്ങനെ സംസാരിച്ച് നീ ഒരു പ്രാസംഗിക, അപ്പോൾ എൻ്റെ കഴിവിനെ പോലും അവരുടെ ചെളിവാരി എറിഞ്ഞു എന്നുള്ളതാണ്. നീ ഒരു പ്രാസംഗിക ആയതുകൊണ്ട് ഒരിക്കലും നിനക്കൊരു നല്ല വക്കീലാകാൻ പറ്റത്തില്ല, അതുകൊണ്ട് നീ ഇതിലേക്ക് പോകുന്ന ഒരു കാര്യവുമില്ല. റാങ്ക് വാങ്ങിയിട്ടും ശാരിക ഇത് കേട്ടിട്ട് അവിടെ നിന്നു മുന്നോട്ട് പോയില്ല. അത്രയും, അതായത് എൻ്റെ കരിയർ ബ്രേക്ക് അവിടെ വരുന്നു. ഫസ്റ്റ് കരിയർ ബ്രേക്ക് ആണ് അവിടെ വരുന്നത്. എൻ്റെ ഡിഗ്രി അല്ല +2 കഴിഞ്ഞതിന് ശേഷം ഞാൻ എഴുതുന്ന 5 ഇയർ LLB എൻട്രൻസിന് 532ാമത്തെ റാങ്ക് ഓൾ കേരള 1600 പേര് എഴുതിയില്ല, 532 റാങ്ക് എനിക്കുണ്ടായിരുന്നു. മെറിറ്റിൽ എനിക്ക് ഒരു പക്ഷേ കിട്ടിപ്പോകുമായിരുന്നു. അതിന് അലോട്ട്മെന്റിന് പോകാൻ പോലും സമ്മതിക്കാതെ അത്തരത്തിൽ ഒരു ഡിമോട്ടിവേഷൻ എൻ്റെ ഫാമിലിക്കകത്ത് തന്നെ ഉണ്ടായി. അപ്പോൾ അത് എന്നെ അത് പിന്നീട് ഒരു വാശിയായി. എൻ്റെ പഠിത്തത്തിൽ പോലും അത് പലവട്ടം ബാധിച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ചെയ്യാന്നില്ല. പിന്നെ നമുക്ക് പറയാം നമ്മുടെ ജീവിതത്തിൽ 2 ടേണിംഗ് പോയിന്റ് ഉണ്ടാവുന്നതാണ്. ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കും. 2 ടേണിംഗ് പോയിന്റ് ലൈഫ് ദൈവം നമുക്ക് തരുമെന്ന് എപ്പോഴും പറയുന്നത്. ആദ്യത്തെ ഒരു ക്രോസ് റോഡിൽ നമ്മൾ കയറിയില്ലെങ്കിൽ പിന്നെ ഒരു 12 വർഷത്തിന് ശേഷം അടുത്ത ക്രോസ് റോഡ് വരും. ആ ക്രോസ് റോഡിൽ ഞാൻ പിടിച്ച് കയറി. പക്ഷേ ആ ക്രോസ് റോഡിലേക്ക് ഞാൻ നടന്ന് കയറുമ്പോൾ ഒരുപാട് തിക്താനുഭവങ്ങൾ ജീവിതത്തിൽ ഞാൻ ഫേസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. പക്ഷേ അന്ന് എൻ്റെ വാശിയായിരുന്നു, ഇനി എൻ്റെ ജീവിതത്തിലെ ക്രോസ് റോഡിൽ ഏത് റോഡിലേക്ക് ഞാൻ കടക്കണമെന്നുള്ള എൻ്റെ മാത്രം തീരുമാനമായിരിക്കും. ആ ഒരു തീരുമാനത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇന്നിപ്പോ സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ശാരികയ്ക്ക് അന്നത്തെ ആ ഒരു റാങ്ക് ഹോൾഡർ ആണ്, വീണ്ടും ആ ഒരു പ്രൊഫഷൻ അതിലേക്ക് ഇനിയാണെങ്കിലും ചിന്തിച്ചൂടെ? ഡെഫിനറ്റ്ലി ചെയ്യും. അതെൻ്റെ ഒരു സ്വപ്നമാണത്. എനിക്ക് ഉറപ്പായിട്ടും ചെയ്യും ഞാൻ. എനിക്ക് ഇപ്പം അത് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഒരു പക്ഷേ നമ്മൾ ഈ ആൽക്കമിസ്റ്റിനകത്ത് എല്ലാവരും പറയുന്ന വാക്ക് ഞാനും കടമെടുത്തിട്ടുണ്ട്, നിങ്ങൾ എന്ത് അദമ്യമായി ആഗ്രഹിക്കുന്നുവോ അത് തരാൻ ലോകം മുഴുവനും ഈ യൂണിവേഴ്സ് മുഴുവൻ നിങ്ങൾ കൂട്ടു നിൽക്കുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം എൻ്റെ കരിയർ. ബിക്കോസ് അന്ന് നമുക്കറിയാം യൂട്യൂബ് എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ ഈ ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് വന്നില്ലായിരുന്നെങ്കിൽ എന്നെ ആരും അറിയില്ലായിരുന്നു. ഞാൻ സ്വന്തമായിട്ട് കണ്ടന്റ് ചെയ്ത് ഞാൻ സ്വന്തമായിട്ട് എൻ്റെ പുസ്തകങ്ങൾ വായിച്ച് ഓരോരുത്തർക്കും ഞാൻ ദിവസം ഞാനൊരു 30 ചാനലിലെങ്കിലും ഇരുന്ന് എൻ്റെ ബയോഡാറ്റ അയക്കുമായിരുന്നു. അങ്ങനെ അയച്ചാണ് അവസാനം ഞാൻ മൈൽ സ്റ്റോണിൽ എത്തുന്നത്. എവറി ഡേ ഒരു 30 ചാനൽസിനെങ്കിലും ഞാൻ അയക്കുമായിരുന്നു.
അങ്ങനെയാണ് മൈൽ സ്റ്റോണിൽ തന്നെ അതിന്റെ കൂടെ ഞാൻ ഫണ്ണി ആയിട്ടൊന്ന് ചേർക്കുകയാണ് കേട്ടോ. മൈൽ സ്റ്റോണിൽ തന്നെ ശാരിക ഹോട്ട് സീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശാരിക വീണ്ടും ഇവിടുത്തെ ആങ്കർ ഹണ്ടിലേക്ക് വേണ്ടിട്ട് വീണ്ടും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതെ, അത് ആങ്കർ ഹണ്ടിലേക്ക് വേണ്ടി മാത്രമല്ല, ഇവിടെ എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് നമ്മൾ ഓരോ കോൾ ചെയ്യുമ്പോഴും അതിലെല്ലാം ശാരികയുടെ പ്രൊഫൈൽ അയക്കും. അതിലൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിങ്ങനെ ഒരിടത്ത് മാത്രം എനിക്ക് മടുക്കും. മീൻസ് ഇങ്ങനെ ഇരുന്ന് ഈ പറഞ്ഞാൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും എക്സ്പ്ലോർ ചെയ്യണമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഫ്രീലാൻസർ ആയിട്ട് തന്നെ വെക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മൈൽ സ്റ്റോൺ കാണുമ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുന്നത് ഇത് നമുക്ക് പറ്റിയ പ്ലാറ്റ്ഫോം ആണോന്നും കൂടെ എനിക്ക് ഉറപ്പില്ല. കാരണം ഇവർ പക്ക എന്റർടൈൻമെന്റ് ആണ്. അപ്പൊ എനിക്ക് ന്യൂസ് ആണ് ഇഷ്ടമെന്ന് പറയുമ്പോഴും എനിക്ക് ഉറപ്പില്ല എന്നെ അവർ എടുക്കുമെന്ന് 100% അറിയാം. എനിക്ക് എടുക്കത്തില്ല, അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അയക്കുന്നത്. പക്ഷെ ഒരിക്കൽ ഒരു ചാൻസ്, കാരണം എന്റെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ടാവാൻ ദൈവം ഷോ ഡയറക്ടർക്ക് അങ്ങനെ ഒരു തോന്നിപ്പിച്ചു ഹോട്ട് സീറ്റ് ക്രിയേറ്റ് ചെയ്യാനും അത് എനിക്കായി വരാനും ഒക്കെ. അതാ ഞാൻ പറഞ്ഞു, യൂണിവേഴ്സ് കാത്തു വെക്കും നമ്മൾ അദമ്യമായി ആഗ്രഹിക്കുന്നത് എന്തോ അത് കാത്തു വെച്ചു. അതുകൊണ്ടാണ് യൂട്യൂബ് ഉണ്ടായതും. ഒരു പക്ഷേ പഴയ കാലത്തിലാണ് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ ഈ യൂട്യൂബ് ഇല്ലാതെ എങ്ങനെയാണ് നമുക്കൊരു സാറ്റലൈറ്റ്, ഇപ്പം രമിജിയെ കണ്ട് നമ്മൾ ആരാധിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് സാറ്റലൈറ്റ് ചാനലിലേക്ക് കയറാൻ പറ്റില്ല, ആരുടെയെങ്കിലും ഒക്കെ റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ അതുപോലെ കഴിവോ ഒക്കെ വേണമായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രായം കടന്നുപോയി. എൻ്റെ കോളേജ് സമയത്തൊക്കെയാണോ നമ്മൾ സാധാരണ ആങ്കറിംഗ് ഫീൽഡിലേക്ക് തിരഞ്ഞെടുക്കുക. സ്കൂളിലൊക്കെ ഞാൻ ആങ്കറിംഗ് ചെയ്ത് അജയ് ദേവ് എന്ന് പറഞ്ഞൊരു നല്ലൊരു ഗുരു എനിക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പറയുന്ന മോശമായി, കാരണം അദ്ദേഹമൊക്കെ എപ്പോഴും നമ്മുടെ മെൻറ്ററായിരുന്നു, ഇന്നും മെൻറ്ററാണ്. ഇന്ന് ഞാൻ ഈ ഉയരങ്ങളിൽ നിർത്തുമ്പോൾ പറയും നീ ഇത് 15 വർഷം മുമ്പ് നീ ഇങ്ങനെ ആകേണ്ടതായിരുന്നു. പക്ഷെ അത് സാധിച്ചില്ല. പക്ഷെ ഇപ്പൊ അതിൽ ഞാൻ ഒരുപാട് എല്ലാവരെക്കാളും ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം, അജയ് ദേവ് എന്ന് പറയുന്നത്. അദ്ദേഹം റിട്ടയർഡായി, സാറായിരുന്നു, എൻ്റെ മലയാള അധ്യാപകനായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒക്കെ പറയുന്ന പോലെ ആങ്കറിംഗ് ഫീൽഡിലേക്ക് വരണമെന്ന് ഞാൻ അദമ്യമായി ആഗ്രഹിച്ചിട്ടും. പക്ഷെ ഞാൻ ഇടയിലൊന്ന് കയറാണ് ശാരിക. ഇത്തരത്തില് ഇപ്പൊ നമ്മുടെ ഇവിടെ തന്നെയും ഹോട്ട് സീറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ശാരിക. ചെയ്തോണ്ടിരിക്കുമ്പോ പോലും മൈൽ സ്റ്റോണിന്റെ ആണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും അല്ലാതെ കിട്ടുന്ന എല്ലായിടത്തും, കാരണം എല്ലാ ഡോറിലും നോക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് ബെറ്റർ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി. അപ്പൊ അത് ഒരു പക്ഷെ ഇവിടെ ഇപ്പൊ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ബെറ്റർ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി മാത്രമാണോ ശാരിക അങ്ങനെ പോയി വേറൊരു ഡോർ നോക്ക് ചെയ്യണത്? അതോ ശാരിക ഇൻഡിപെൻഡന്റ് ആയിട്ട് മുന്നോട്ട് ജീവിക്കണം, എന്റെ മോളായിട്ട് ഒരുപാട് യാത്രകൾ ചെയ്യണം, ഫ്യൂച്ചറിൽ ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരാളാണ്. അപ്പം ഒരു പക്ഷേ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി മാത്രമല്ല, ബെറ്റർ പൈസ പേയ്മെന്റ് അതിനും കൂടെ വേണ്ടിയിട്ടായിരിക്കുമോ ശാരിക ഇത്തരത്തിൽ പലതും നോക്കുന്നുണ്ടാവുക? തീർച്ചയായിട്ടും. ആൾക്കാർ ഇപ്പൊ ഞാൻ കാറിലോ അല്ലെങ്കിൽ ഇതിലൊക്കെ വരുന്ന കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും എനിക്ക് പൈസ ആവശ്യം. അല്ല, എനിക്ക് നല്ല നീഡുണ്ട് പൈസയ്ക്ക്. ഫിനാൻഷ്യലി നല്ല ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഞാൻ. ഒരു സിംഗിൾ മദർ എന്ന നിലയിൽ സിംഗിൾ മദറാണ്. അപ്പൊ സിംഗിൾ മദർ എന്ന നിലയിൽ എനിക്ക് എൻ്റെ മോളെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തന്നെ വളർത്തണം, അവളുടെ ഇഷ്ടങ്ങളെല്ലാം സാധിച്ചു കൊടുക്കണം. എന്നാൽ അതുപോലെ ഡിസിപ്ലിൻഡ് ആയിട്ടൊരു മദറും കൂടാണ് എന്ന് വെച്ച് പറയുന്ന എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്ന ആളല്ല. പക്ഷെ അതിന് എൻ്റെ പൈസ വേണം. ഒരാളുടെ മുമ്പിൽ ഒരു 100 രൂപയ്ക്ക് വേണ്ടി കൈ നീട്ടേണ്ടി വരരുത്. അതിന് എനിക്ക് ദൈവം തന്നിരിക്കുന്ന ടാലൻസ് എനിക്ക് LLBക്ക് പോകാൻ പറ്റില്ല. പക്ഷെ അത് വേറൊരു രീതിയിലാക്കാൻ ലോകം എന്നെ സഹായിച്ചു എന്നുള്ളതാണ്. യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എന്ന പ്ലാറ്റ്ഫോമോ ഒക്കെ എന്നെ അതിന് സഹായിച്ചു. അതിലൂടെയാണ് ഇതിലേക്ക് ഞാൻ വന്നത്. ഇപ്പോൾ സൈബർ മീഡിയ ഇത്രയും ഇങ്ങനെ വരുമെന്ന് ആരും ചിന്തിച്ചിട്ടില്ല. ഒരു വിപ്ലവമാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്ത് നടക്കുന്നത്. അതുകൊണ്ടാണ് എന്നെപ്പോലുള്ള ഒരു ആങ്കറിന് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയത്. അപ്പോൾ അതിലെ ഏറ്റവും വലിയൊരു ഭാഗം എൻ്റെ ലൈഫിൽ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ അത് മൈൽ സ്റ്റോൺ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം പാഷൻ മാത്രമായിരുന്നില്ല എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ ഒരു ഫിനാൻഷ്യൽ തോണിയും കൂടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതവും എൻ്റെ പാഷനും ഒന്ന് തന്നെയായിരുന്നു. എൻ്റെ പാഷനാണ് ഇങ്ങനെ നടക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഇതെൻ്റെ ജീവിതം കൂടെ. എന്നോട് ഒരുപാട് പേര് ഉപദേശിച്ചിട്ടുണ്ട്, നീ ഈ ജോലി ഇങ്ങനെ പാർട്ട് ടൈം ആയിട്ട് കൊണ്ട് നടന്നാൽ പോരെ, നിനക്ക് തുടക്കമൊക്കെ നമുക്ക് വളരെ തുച്ഛമായ വരുമാനമാണ് കിട്ടുന്നത്, അപ്പം എങ്ങനെ നീ മുന്നോട്ട് പോകും? അപ്പോഴും എനിക്കറിയാം ഇതിലൊന്നും എനിക്ക് ലാഭമില്ല, ഇതിലെല്ലാം ഭയങ്കര നഷ്ടങ്ങളാണ്, ഇതിലൊക്കെ എനിക്ക് കടവും ബാധ്യതകളുമാണ് കൂടുന്നത്. പക്ഷെ എങ്കിലും ഇതിലൊരിക്കലും ഞാൻ വിജയിക്കും, ഇതിനൊരു മാറ്റം ഉണ്ടാകുമെന്ന അദമ്യമായ എൻ്റെ തീരുമാനം. കാരണം എനിക്കറിയാം LLB അന്ന് ഞാൻ ഉറച്ച തീരുമാനം എടുക്കാഞ്ഞുകൊണ്ടാണ് അന്ന് എൻ്റെ ലൈഫ് എനിക്ക് സ്പോയിൽ ആയിപ്പോയത്. ഇനിയൊരു തീരുമാനം അത് ഞാൻ ഉറപ്പായിട്ടും ഒരുപാട് വേദനയും ത്യാഗങ്ങളും സഹിച്ചു തന്നെയാണ് മൈൽ സ്റ്റോണിൻ്റെയും അല്ലെങ്കിൽ ഈ പറയുന്നപ്പെടുന്ന എല്ലാ ചാനൽസിനും ഇന്റർവ്യൂ ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അതിലെനിക്ക് ഫിനാൻഷ്യൽ ലീഡ്സ് നന്നായിട്ടുണ്ട്. എനിക്ക് ലാഭകരമല്ലാത്തതാണെങ്കിൽ പോലും ഇതിനോടുള്ള ഇഷ്ടം എന്നെ മുന്നിട്ട് നിർത്തും. അപ്പോൾ പൈസ പുറകോട്ട് ഞാൻ വലിക്കും. ഇത് എനിക്ക് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഇതിലൂടെ ഉണ്ടാകുമെന്ന് കരുതി പൈസ മാത്രം നോക്കിയാൽ നമ്മൾ ഒരിക്കലും വിജയിക്കത്തില്ല. എന്നോട് ഒരുപാട് ആങ്കേഴ്സ് വേറെയൊക്കെ ചാനൽ ആങ്കർ പറയും, നീ കുറച്ചാണ് വാങ്ങിക്കുന്ന പേയ്മെന്റ്, നീ ഇതിലൂടെ കൂട്ടി ചോദിക്കും. ഇതിനെ കുറച്ച് പേർക്ക് ഇപ്പം അറിയാലോ. ഞാൻ പറഞ്ഞില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു അവസരം ദൈവം തരും, അവരിങ്ങോട്ട് ഓഫർ ചെയ്യുന്ന ഒരു ദിവസം വരും. ശാരിക, ഇതാണ് നിന്റെ പേയ്മെന്റ്, ഇത്രയും മതിയോ എന്ന് ചോദിക്കുന്ന ഒരു ദിവസം വരും, മൺഡേ. അന്ന് ഞാൻ ഐ വിൽ ആസ്ക്. അതല്ല ഒരിക്കലും അവിടെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് ഇതെനിക്ക് തന്നേ പറ്റുള്ളൂ എന്ന് പറയില്ല. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെ ഞാൻ വരാം എന്ന് പറയും. അങ്ങനെ ബാർഗെയിൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ കഴിവ് മനസ്സിലാക്കി അവർ എന്നോട് ഡിമാൻഡ് ചെയ്യണം, നിങ്ങൾക്ക് തരാമെന്നുള്ള. അങ്ങനെ ഒരു ലെവലിൽ എത്തുമ്പോഴേ ഞാൻ പൈസയ്ക്ക് വേണ്ടി ബാർഗെയിൻ ചെയ്യുള്ളൂ. അല്ലാതെ എൻ്റെ ഒരു പാഷനാണിത്. അതുകൊണ്ടാണ് അതിൽ ഞാൻ എത്ര ഇരുട്ടിയിലും എത്ര രാത്രിയിൽ ഓപ്പർച്യൂണിറ്റി വന്നാലും ഞാൻ എൻ്റെ സേഫ്റ്റിയും കൂടെ നോക്കിക്കൊണ്ട് അത് ആ ഒരു ഷോയ്ക്ക് വേണ്ടി വരുന്നത്. പൈസ മാത്രമല്ല ഇവിടെ. ഓക്കെ. പക്ഷെ ശാരിക പറയുന്നുണ്ട് പൈസ മാത്രമല്ല നോക്കുന്നത്, പാഷനും കൂടെയാണെന്നത്. പക്ഷെ ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ ഒരുപാടുള്ള ശാരികയ്ക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കണം, മറ്റൊരാളുടെ മുമ്പിൽ പൈസയ്ക്ക് വേണ്ടി കൈ നീട്ടാൻ ബുദ്ധിമുട്ടുള്ള ശാരികയ്ക്ക്
ഈ സ്വപ്നങ്ങളെല്ലാം നേടാനായിട്ടും നമുക്ക് മുന്നോട്ട് നീങ്ങാനായിട്ടും പൈസയ്ക്ക് പൈസ തന്നെ വേണ്ടേ ശാരിക? തീർച്ചയായിട്ടും വേണം. അതിന്റെ പേരിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിളിങ്ങും ഏറ്റവും എവിടെയെങ്കിലും നമ്മൾ ഒരു പോയിന്റ് തലകുനിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എന്നെ ഇപ്പോൾ ഷൂട്ടിന് വിളിക്കുന്ന സമയത്താണെങ്കിലും പറയുന്നതുകൊണ്ട് എനിക്ക് മടിയില്ല. ചിലപ്പോഴൊക്കെ അപ്പൂസനെ ഷൂട്ടിന് വിളിക്കുമ്പോൾ പെട്രോൾ അടിക്കാനുള്ള പൈസ എൻ്റെ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ടെൻഷൻ അടിക്കും, എന്ത് പറയാം അപ്പൂസിനോട് എനിക്ക് പറയാൻ പറ്റുമോ, അപ്പൂസ് എനിക്ക് മുൻകൂർ പൈസ തരണമെന്ന്. പക്ഷേ ഞാനൊരു ബഡ്ഡിങ് സ്റ്റാറാണ്, എനിക്ക് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടില്ല. അപ്പോൾ ഷോ കഴിഞ്ഞാലേ നമുക്ക് പൈസ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതോർത്ത് ഞാൻ ഒരുപാട് ഈ ഇച്ചിരി അഭിമാനം കൂടുതലായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട്. അതോർത്ത് ആരോട് ചോദിക്കാനാണ്, ഇപ്പം അമ്മയോട് ചോദിക്കാൻ പറ്റില്ല, പിന്നെ ബ്രദറിനോട് ചോദിക്കാൻ എനിക്ക് മടിയാണ്. കാരണം വെച്ചാൽ ഞാൻ കല്യാണം കഴിഞ്ഞു, ഇപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റഡ് ഒക്കെ ആയി വീട്ടിൽ വന്ന് നിൽക്കുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും അഭിമാനം പറയും, ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എൻ്റെ മോള് അപ്പം എനിക്ക് കാറിന് പെട്രോൾ അടിക്കാൻ പൈസ ഇല്ല എന്ന് ഞാൻ എങ്ങനെ ഒരു ഷോ ഡയറക്ടറോട് പറയുന്നത്? അപ്പോൾ അതെനിക്ക് വലിയ അഭിമാനക്കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കുഞ്ഞമ്മയോട് കാര്യങ്ങൾ പറയുമ്പോൾ, നീ വിഷമിക്കാൻ, നമുക്ക് എവിടുന്നെങ്കിലും പൈസ കിട്ടും എന്ന രീതിയിൽ പറയാം. അപ്പോൾ എവിടുന്നെങ്കിലും ഒക്കെ ആയിട്ട് അതെങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടെ ഇപ്പോഴും. എവിടുന്നെങ്കിലും ദയവായിട്ട് എനിക്ക് ഒരു ഷോയും മുടങ്ങിയിട്ടില്ല. പക്ഷേ ഓരോ പ്രാവശ്യം അപ്പൂസ് വിളിക്കുമ്പോൾ എൻ്റെ പൈസ ഉണ്ടാവില്ല വരാനായിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ അപ്പൂസിനെ ഒരിക്കലും ഞാൻ അത് കാണിച്ചിട്ടില്ല, ഒരു ഷോയോട് ഞാൻ അത് കാണിക്കാറില്ല. എങ്കിലും ഇത്രയും ദൂരം വൈകിട്ടായിരിക്കും, ഈവനിങ് ആയിരിക്കും കൂടുതലും പ്രോഗ്രാംസ്. അപ്പോൾ എനിക്കത് എങ്ങനെ ഞാൻ വരും, എൻ്റെ സേഫ്റ്റി നോക്കണം. വീട്ടുകാർ പറയാൻ പാടില്ല ഇവിടെ പിന്നെ ലേറ്റ് ആയിട്ട് വരുമ്പോൾ അവർ ടെൻഷൻ അടിക്കാൻ പാടില്ല. അതൊന്നും ആ ഒരു ഉത്തരവാദിത്തം അവിടെ കിടക്കുന്നു. എൻ്റെ മോൾ ടെൻഷൻ അടിക്കാൻ പാടില്ല, ഞാൻ ജീവനോടെ തിരിച്ച് വരണം. അപ്പോൾ രാത്രിയിലാണ് ഷോ കൂടുതൽ, ഗസ്റ്റ് രാത്രിയിലായിരിക്കും വരിക, ഈവനിങ് 7 മണി 6 മണി. അപ്പോൾ ഞാനിവിടെ എറണാകുളത്ത് നിന്ന് മടങ്ങുമ്പോൾ 10-11 മണിയാവും. അപ്പോൾ എനിക്കൊരിക്കലും കാറിലല്ലാതെ വരാൻ പറ്റില്ല, ബസ്സിൽ വരാൻ പറ്റില്ല. അത് എൻ്റെ പൊങ്ങച്ചം കൊണ്ടല്ല, എൻ്റെ നിവൃത്തിയോട് കൊണ്ട് ഞാൻ കാറിൽ വരുന്നതാണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ കിട്ടുന്ന പൈസയുടെ 3/4 പങ്ക് പെട്രോൾ ഇച്ച് തന്നെ കളയും. അപ്പോൾ അതൊക്കെ എന്നെ വല്ലാതെ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും എൻ്റെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇവിടെ പറയുമ്പോൾ അത് ഓക്വേർഡായിട്ട് തോന്നും. ഭക്ഷണം പോലും ഞാൻ മാറ്റി വെച്ചുകൊണ്ട് പെട്രോൾ അടിച്ച് വന്നിട്ടുണ്ട് ഇവിടെ ഷോയ്ക്ക് ഞാൻ. ബിക്കോസ് അത്രയും ടൈറ്റിൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പം സാമ്പത്തികം വളരെ വലിയ മുഖ്യ ഘടകമാണ്. അപ്പോൾ എനിക്കൊരു മുഖം വരുമ്പോൾ ഇപ്പോൾ ഞാൻ ആൾക്കാരോട് പറയും, എൻ്റെ പേയ്മെൻറ്റ് ഇതാണ്, എൻ്റെ സമയത്തിന് നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് തരണം, എൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ പൈസ വാങ്ങിക്കും. അവിടെ ഒരു ആർത്തി വരത്തില്ല ഒരിക്കലും. അത് ഈ ജീവിതത്തിൽ ഒരിക്കലും ഞാനത് കാണിക്കില്ല. കാരണം പൈസയ്ക്ക് പൈസ വേണം, പക്ഷേ പൈസ ഇല്ലാതെ വരുമ്പോൾ നമ്മളൊന്നുമല്ല. എന്ന് വെച്ച് പൈസ കൊണ്ട് എല്ലാം ആകാമെന്ന് നമ്മൾ ചിന്തിക്കില്ല. പൈസ നമുക്കൊരു കോൺഫിഡൻസ് ആണ് എപ്പോഴും. ആ കോൺഫിഡൻസ് ഇപ്പോൾ എനിക്ക് ചെറുതായിട്ടൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം നമുക്ക് ഷോസ് കിട്ടി തുടങ്ങി, കൂടുതലായിട്ട് ഷോസ് ഉണ്ട്. അത് പിന്നെ മൈൽ സ്റ്റോണിൻ്റെ ആയാലും മറ്റ് വാർത്തകൾ ഒരുപാട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഒരുപാട് വാർത്താ ചാനലുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ന്യൂസ് ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു മുഖമുള്ളത്, ആ മുഖം തന്നത് ഞാൻ ആ മൈൽ സ്റ്റോൺ എന്നും കടപ്പെട്ടവളായിരിക്കും. കാരണം അവരാണ് എനിക്കൊരു മുഖം തന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ചാനലിൽ നിന്നാണെങ്കിലും എനിക്ക് ചെറിയ വരുമാനങ്ങൾ തുടങ്ങി. മറ്റുള്ളവർക്ക് ഇന്ന് എനിക്കൊരു എമൗണ്ട് പറയാൻ പറ്റി. വലിയ എമൗണ്ട് അല്ലെങ്കിലും എനിക്ക് ഈ എമൗണ്ടിന് വരാൻ പറ്റില്ല, കുറച്ചുകൂടെ കൂടുതൽ തരണം നിങ്ങൾ. അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. ഒരിക്കലും എന്നോട് തറ്റില്ല, നീ വരണ്ട എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ മനസ്സിലായി ശാരിക, ഞാൻ കാര്യം മനസ്സിലായി, തരാം എന്ന് പറഞ്ഞ് വിളിച്ചിട്ടേ ഉള്ളവർ. അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസ് നമുക്ക് എപ്പോഴും ഉണ്ട്. അന്ന് വന്നതിൽ നിന്ന് ഇന്ന് ഞാൻ മാറി. അന്ന് എനിക്ക് ഞാൻ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി പോയിട്ടുണ്ട്, നടന്നു പോയിട്ടുണ്ട്. ഓട്ടോ പിടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് നടന്നു പോയിട്ടുണ്ട് പലയിടത്തും. പക്ഷേ ഇന്ന് എനിക്ക് ഈ ചിലയിടത്ത് നമുക്ക് ബസ്സിലോ ട്രെയിനിൽ പോകേണ്ടി വരും, കാറിൽ പോകാൻ പറ്റില്ല. മൈൽ സ്റ്റോണിൽ മാത്രമേ കാറിൽ വരാറുള്ളൂ. മറ്റിടത്തൊക്കെ ഞാൻ ട്രെയിനിലോ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഇന്ന് എനിക്ക് ഈ പറഞ്ഞ പോലെ ജനറലിന് പകരം ഞാൻ ഇത്രയും 1.5 വർഷത്തിന് ശേഷമാണ് ഒരു AC കമ്പാർട്ട്മെൻറ്റ് ആദ്യമായിട്ട് പൈസ കൊടുത്ത് പോകുന്നത്. ഈ 1.5 വർഷത്തിന് ശേഷം. ദെൻ കഴിഞ്ഞ ദിവസം ഞാൻ വന്ദേ ഭാരതിൽ ആദ്യമായിട്ട് ഇത്രയും നാൾക്ക് ശേഷം ആദ്യമായിട്ട് വന്ദേ ഭാരതിൽ ട്രിവാൻഡ്രത്ത് ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ആലപ്പുഴയ്ക്ക് കയറുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അത് സാമ്പത്തികം കൂടുന്നതുകൊണ്ടാണ് ചെറുതായിട്ട്. ഓരോ ഷോ കഴിഞ്ഞിട്ട് ആ ഷോയിൽ നിന്ന് കിട്ടുന്ന പേയ്മെന്റ് കിട്ടിയിട്ട് വേണം എനിക്ക് മുന്നോട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. തീർച്ചയായിട്ടും അങ്ങനെ അത്രയും സ്ട്രൈവ് ചെയ്തിട്ടാണ് ഞാൻ ഓരോ ഷോയ്ക്കും വന്നുകൊണ്ടിരുന്നത്.